ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ വിജയൻ കുട്ടു. അതായത് ഇപ്പോൾ ഇവിടെ പറയുന്നത് ഈ വർഷത്തെ, അതായത് 2024 ഏപ്രിൽ മാസത്തെ വിഷുഫലം, അതായത് 1199 ആണ്ട് ഉള്ള വിഷുഫലമാണ് പറയുന്നത്. 1199 ആണ്ട് മലയാള വർഷം, അതുപോലെ തന്നെ 2024 ഇംഗ്ലീഷ് വർഷം. ഇതിലത്തെ വിഷുഫലമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. വിഷുഫലത്തിൽ കുംഭശനി, അതായത് കുംഭൻ രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശനി, മേടവ്യാഴം, മേടൻ രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴം, കൊല്ലവർഷം 1199 മീനമാസം 31, അതായത് മീനമാസം 31 ശനിയാഴ്ച ഉദയായി, അതായത് ഉദയത്തിന് ശേഷം 36 നാഴികയും 6 വിനാഴിയും, 36 നാഴികയും 6 വിനാഴിയും, ഉദയത്തിന് ശേഷം 36 നാഴികയും 6 വിനാഴിയും ചെന്നതിന് ശേഷമാണ് മീനത്തിൽ നിന്നും, അതായത് മീനമാസമാണ്, മീനരാശിയിൽ നിന്നും സൂര്യൻ മേടൻ രാശിയിലേക്ക് അതായത് സൂര്യൻ പറഞ്ഞ രവി സംക്രമിക്കുന്നത്. അപ്പം മേഷ വിഷു സംക്രമം എന്ന് പറയും. മേടരാശിയിൽ സൂര്യൻ പ്രവേശിക്കുന്ന സമയത്തിനെ അടിസ്ഥാനപരമാക്കിയിട്ടാണ് വിഷുഫലം പറയുന്നത്. അപ്പോൾ മേടൻ രാശിയിലേക്ക് മീനൻ മാസത്തിൽ നിന്നും, മീനൻ രാശിയിൽ നിന്നും മേടൻ രാശിയിലേക്ക് മാറുന്നത്, അതായത് സൂര്യൻ മാറുന്നത് മീനമാസം 31-ാം തീയതി 36 നാഴിക, ഉദയത്തിന് ശേഷം 36 നാഴികയും 6 വിനാഴിയും, അതായത് ശനിയാഴ്ച. അതായത് സമയം നമുക്ക് IST സമയം പറയുകയാണെങ്കിൽ രാത്രി 8:22 രാത്രി 8:22 വരുന്നത്. അപ്പോൾ ആ സമയത്ത് മകീര നക്ഷത്രമാണ് വരുന്നത്. മകീര നക്ഷത്രത്തിലാണ് ചന്ദ്രൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. മകീര നക്ഷത്രത്തിലാണ്. ശുക്ലപക്ഷ ഷഷ്ടി പറഞ്ഞ വെളുത്ത പക്ഷം, അതായത് കറുത്ത ബാബിന് ശേഷമുള്ള ഷഷ്ടി, 6ാമത്തെ ദിവസം ഷഷ്ടി തിഥിയും പന്നികരണവും, കരണം വന്നിട്ട് പന്നികരണമാണ്. ശോഭനനാമ നിത്യയോഗവും നല്ലതാണ്. പന്നികരണവും ശോഭനനാമ നിത്യയോഗവും കൂടിയ മിഥുനക്കൂറ്റിൽ, അതായത് മിഥുനൻ രാശിയിലാണ് ചന്ദ്രൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം മിഥുനക്കൂറ്റിൽ തുലാ ലഗ്ന സമുച്ചയത്തിൽ, അതായത് ആ സമയത്ത് ഉദിച്ചു വരുന്ന ലഗ്നം എന്ന് പറയുന്നത് തുലാ ലഗ്നമാണ്. അപ്പോൾ തുലാ ലഗ്ന സമുച്ചയത്തിൽ അഗ്നി ഭൂതോദയം കൊണ്ട്, ഭൂതോദയം പറഞ്ഞാൽ ആ സമയത്തുള്ള ഭൂതം ഏതാണ് ചോദിച്ചു പറഞ്ഞാൽ അഗ്നിയാണ്. അഗ്നി ഭൂതോദയത്തിൽ മേഷ വിഷു സംക്രമം, അതായത് വിഷു സംക്രമം വരുന്നത് ഈ സമയത്താണ് എന്നുള്ളതാണ് പറയുന്നത്. ആ സമയത്ത് തുലാ ലഗ്നമാണ് ഉദിച്ചു വരുന്ന ലഗ്നം എന്ന് പറയുന്നത്. ആ തുലാ ലഗ്ന പ്രകാരം തന്നെ ഗ്രഹസ്ഥിതി ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ തുലാ ലഗ്നത്തിൻ്റെ 3-ാം ഭാവത്തിൽ ഗുളികനാണ് നിൽക്കുന്നത്. 3-ാം ഭാവത്തിൽ വ്യാഴക്ഷേത്രത്തിൽ ഗുളികനാണ് നിൽക്കുന്നത്. 5-ാം ഭാവത്തിൽ ചൊവ്വയും ശനിയും കൂടി നിൽക്കുന്നുണ്ട്. 5-ാം ഭാവത്തിൽ, അതായത് കുംഭൻ രാശിയിൽ ശനിയും ചൊവ്വയും കൂടി നിൽക്കുന്നുണ്ട്. 6-ാം ഭാവത്തിൽ നിൽക്കുന്നത് സൂര്യനും ബുധനും ശുക്രനും രാഹുവുമാണ് നിൽക്കുന്നത്, അതായത് മീനൻ രാശിയിൽ. മേടൻ രാശിയിൽ 7-ാം ഭാവത്തിൽ നിൽക്കുന്നത് വ്യാഴമാണ്. 9-ാം ഭാവത്തിൽ മിഥുനൻ രാശിയിൽ നിൽക്കുന്നത് ചന്ദ്രനും. കന്നിരാശി 12-ാം ഭാവത്തിൽ നിൽക്കുന്നത് കേതുവുമാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ രാശിപ്രകാരം നോക്കുമ്പോൾ വ്യാഴത്തിൻ്റെ ഇഷ്ടസ്ഥിതി നല്ല തന്നെയാണ്. അതായത് ലഗ്നാൽ 7-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നുണ്ട്. വ്യാഴം ലഗ്നത്തിന് വീക്ഷിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ 11-ാം ഭാവത്തിനെ വീക്ഷിക്കുന്നുണ്ട് വ്യാഴം. അതുകൂടാതെ 3-ാം ഭാവത്തിനെയും വീക്ഷിക്കുന്നുണ്ട് വ്യാഴം വീക്ഷിക്കുന്നത് പറഞ്ഞാൽ ദൃഷ്ടി ചെയ്യുന്ന ഓരോരോ ദിക്കുകളിനെ പറയുന്നത്. 11-ാം ഭാവത്തിലേക്കും അതുപോലെ ലഗ്നത്തിലേക്കും 3-ാം ഭാവത്തിലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് ലഗ്നം എന്ന് പറയുന്നത് തുലാ ലഗ്നമാണ്. തുലാ ലഗ്നത്തിൻ്റെ അധിപൻ ശുക്രനാണ്. ശുക്രൻ 8-ാം ഭാവം, അതായത് 8-ാം ഭാവം പറഞ്ഞാൽ ഇടവൻ രാശി 8ാം ഭാവം ഏറ്റെടുത്തുകൊണ്ട്, ലഗ്നാധിപൻ 8ാം ഭാവം അഷ്ടമസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് 6ാം ഭാവമായ
അനിഷ്ടസ്ഥാനമായിട്ടുള്ള മീനൻ രാശിയിൽ ഉച്ചസ്ഥനായിട്ടാണ് നിൽക്കുന്നത്. സൂര്യനോടൊപ്പം ബുധനോടൊപ്പം രാഹുവിനോടൊപ്പം ഉച്ചസ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ ലഗ്നാധിപൻ അഷ്ടമസ്ഥാനം നാശസ്ഥാനമാണ്. സർവപ്രണാസോ വിപദോ അപവാദോ കേതുപ്രദേശോ മരണസ്യ ദാസ മടാദ്യം ഗതാച്ച വിഘ്ന എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ സർവപ്രണാസോ, അപ്പോൾ സർവ്വവസ്തുക്കളുടെയും നാശങ്ങൾ ഉണ്ടാകും എന്നൊക്കെയാണ് ഈ പറയുന്നത്. അതായത് സർവ്വവസ്തുക്കളുടെ നാശങ്ങൾ, അപമാനങ്ങൾ, അതായത് ഭൂമിക്ക് ദോഷങ്ങൾ വരുന്നതൊക്കെയാണ് പറയുന്നത്. ഭൂമി കാരകനായിട്ടുള്ള ഗ്രഹം ലഗ്നാൽ 5ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലഗ്നാധിപൻ്റെ 12ാം ഭാവത്തിലാണ് ഭൂമികാരകനായിട്ടുള്ള ചൊവ്വ നിൽക്കുന്നത്. ലഗ്നാധിപൻ തന്നെ അഷ്ടമസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് 6ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. മത്സ്യരാശിയിൽ നിൽക്കുന്നത്. മത്സ്യരാശി പറഞ്ഞാൽ അത് മത്സ്യരാശി പറഞ്ഞാൽ മീനൻ രാശി ജലരാശിയും കൂടിയാണ്. അപ്പം ജലരാശിയും കൂടി ആയിരിക്കുന്ന കാരണം കൊണ്ട് അവിടെ കൂടെ നിൽക്കുന്നത് സൂര്യനും ബുധനും, അതായത് ബാധകാധിപനും അതായത് 11ാം ഭാവാധിപനും ബാധകാധിപനുമായിട്ടുള്ള സൂര്യൻ 6ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ 9ാം ഭാവാധിപനും 12ാം ഭാവാധിപനുമായിട്ടുള്ള ബുധൻ നീചം പിടിച്ച് നിൽക്കുന്നുണ്ട്. നീചഭംഗ രാജയോഗം ഉണ്ട് താനും. അതുപോലെ തന്നെ രാഹു നിൽക്കുന്നുണ്ട് ശുക്രന്റെ കൂടെ. അപ്പം ലഗ്നാധിപൻ അഷ്ടമസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് 6ാം ഭാവത്ത് നിന്ന് കഴിഞ്ഞു പറഞ്ഞാൽ രോഗാധിക്യങ്ങൾ ഉണ്ടാകും. ഭൂമിയിൽ ജീവിക്കുന്നവർക്ക് രോഗാധിക്യങ്ങൾ ഉണ്ടാകും. വൈറസ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളുണ്ടാകും. ഗുളികൻ 3-ലാണ് നിൽക്കുന്നത്. അപ്പോൾ വൈറസ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളുണ്ടാവും. എന്നിരുന്നാലും അതിലേക്ക് ചെറുത്ത് നിൽക്കുവാനുള്ള കെൽപ്പ് ഭരണാധികാരിയായിട്ടുള്ള സൂര്യൻ നിൽക്കുന്നത് 6ാം ഭാവത്തിലാണ്. കുറച്ച് കഷ്ടപ്പെടുമെങ്കിലും വ്യാഴത്തിൻ്റെ ദൃഷ്ടിയിൽ ലഗ്നാൽ 7ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് വളരെ ഉചിതകരമായിട്ടാണ്. അപ്പോൾ ലഗ്നാൽ 7ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് കാരണം കൊണ്ട് രോഗങ്ങൾ വരികയാണെങ്കിലും അതിനുള്ള പ്രതിവിധികൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. പ്രതിവിധികൾ ഉണ്ടാവും. 4ാം ഭാവാധിപൻ അതായത് ജനസംബന്ധമായിട്ടുള്ള സമ്പർക്കവും ഭൂമി സംബന്ധമായിട്ടുള്ള നമ്മുടെ പ്ലേസ് സംബന്ധമായിട്ടുള്ള ഗ്രഹവും ഭൂമി കാരകനുമായിട്ടുള്ള ഗ്രഹം 4ാം ഭാവാധിപന്റെ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. 4ാം ഭാവാധിപൻ 5ാം ഭാവത്തിൽ നിൽക്കുന്നത്. 5ാം ഭാവാധിപന്റെ ഭൂമികാരകനായിട്ടുള്ള ചൊവ്വയാണ്. ചൊവ്വ 2ാം ഭാവാധിപനും 7ാം ഭാവാധിപനും കൂടിയാണ് നിൽക്കുന്നത്. ഭൂമികാരകനായിട്ടുള്ളത് നിൽക്കുന്നത്. അപ്പോൾ ജനസമ്പർക്കനായിട്ടുള്ള ശനി 5ാം ഭാവത്തിൽ ഭൂമികാരകനായിട്ടുള്ള യോഗം നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് വർഷകാലം, അതായത് ഈ വർഷം മഴ എങ്ങനെ ഉണ്ടാകും എന്ന് ചോദിച്ചു പറഞ്ഞാൽ കാലാവസ്ഥ അതായത് നമ്മുടെ മൺസൂൺ കാലം, അതായത് മഴക്കാലം എന്ന് പറയുന്നത് ജൂൺ 15 കൂടിയിട്ടാണ് മഴയുടെ ആരംഭം, മൺസൂൺ ആരംഭിക്കുന്നത് എന്നാണ് പറയുന്നത്. വർഷകാലം ആരംഭിക്കുന്നത് അത് യഥാക്രമം ആ സമയത്ത് തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. ലഗ്നാധിപൻ തന്നെ മത്സ്യരാശിയായിട്ടുള്ള 6ാം ജലരാശിയായിട്ടുട്ടുള്ള 6ാം ഭാവത്തിൽ നിൽക്കുന്നത് കാരണം മഴ ഇഷ്ടം പോലെ ഉണ്ടാവും എന്നുള്ളത് കാണുന്നുണ്ട്. വർഷകാലം ഫുള്ളായിട്ട് കാലവർഷം ഫുള്ളായിട്ടുണ്ടാവും എന്നുള്ളതും പറയുന്നുണ്ട്. അതുകൂടാതെ തന്നെ ന്യൂനമർദ്ദം സംബന്ധമായിട്ടുള്ള ഇതുണ്ടാവും. കാരണം ചന്ദ്രൻ്റെ കേന്ദ്രത്തിലാണ് ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം നിൽക്കുന്നത്, അതും ജലരാശിയിൽ. അത് കാരണം ന്യൂനമർദ്ദന സംബന്ധമായിട്ടുള്ള മഴകളും ഇതിൽ കാലവർഷം കൂടാതെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അത് ന്യൂനമർദ്ദം എന്ന് വെച്ച് പറഞ്ഞാൽ ചിലപ്പോൾ വിടാതെ 3, 4, 5 ദിവസങ്ങളൊക്കെ വിടാതെ മഴ പെയ്യാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് പറയുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ പ്രളയ സാധ്യതയെല്ലാം ഉണ്ടാവും എന്നാണ് പറയുന്നത്. ജലപ്രളയമൊക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. മേടൻ രാശിയിൽ വ്യാഴം നിൽക്കുന്നത് കാരണം കൊണ്ടും ജലരാശിയിൽ ലഗ്നാധിപൻ അഷ്ടമസ്ഥാനം ഏറ്റെടുത്ത് നിൽക്കുന്ന കാരണം കൊണ്ടും പ്രളയത്താൽ വന്നിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. പക്ഷേ അതിനുള്ള പരിഹാരങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്യാനുള്ള മുൻകൂട്ടലുകൾ എല്ലാം ഉണ്ടാവും. കാരണം വ്യാഴത്തിൻ്റെ ദൃഷ്ടി ലഗ്നത്തിലേക്ക് വരുന്നുണ്ട്. അത് കാരണം കൊണ്ട് അങ്ങനെയെല്ലാം ഉണ്ടാകും എന്നുള്ളത് പറയുന്നത്. അപ്പം അങ്ങനെയൊക്കെ ആണെങ്കിലും രോഗാധിക്യ സംബന്ധമായിട്ടുള്ള ഇത് വന്നിട്ടുണ്ട്. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള ലെവലിൽ നോക്കുന്ന സമയത്ത് ഗവൺമെൻറ് കാരകനായിട്ടുള്ള ഗ്രഹം 6ാം ഭാവത്തിലാണ്. അപ്പോൾ ഗവൺമെൻറ്റിന് ഭയങ്കര ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ചെറുത്ത് നിൽക്കാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ ധനസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഫൈനാൻസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഭരണാധികാരികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ടാവും എന്നൊക്കെയാണ് ഈ വിഷുഫലത്തിൽ പറയുന്നത്. എന്നിരുന്നാലും അതിനെല്ലാം തരണം ചെയ്ത് കൊണ്ടുപോകാനുള്ള കഴിവ് ഉണ്ടാവും എന്നുള്ളതും വ്യാഴൻ 7ാം ഭാവത്തിൽ വ്യാഴൻ ഇഷ്ടസ്ഥാനത്തിൽ വന്ന് നിൽക്കുന്നത് വളരെ ഭാഗ്യമായിട്ടാണ് കാണുന്നത്. അത് കാരണം കൊണ്ട് തന്നെ എന്ത് തന്നെ വന്നാലും അതിനുള്ള പ്രതിവിധികൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് വിഷുപ്പനം വരുന്നത്.
അപ്പോൾ വിഷുഫലത്തിൽ നമുക്ക് ഓരോ നക്ഷത്രക്കാർക്കുള്ള ഫലം എങ്ങനെയുണ്ട് എന്ന് നോക്കാം. പൂയ നക്ഷത്രക്കാർക്ക് വിഷുഫലത്തിൽ വളരെ ഗുണകരമായിട്ടുള്ള ഒരു ഫലമാണ് വരാൻ പോകുന്നത് എന്ന് തന്നെ പറയാം. ഈ വിഷുഫലത്തിൽ 2024 1199 അമത് കൊല്ലവർഷത്തിൽ ഇവർക്ക് 1200 അടുത്ത മേടമാസം വരയ്ക്കുള്ള ഫലവും 2024 ഏപ്രിൽ തൊട്ട് ഏപ്രിൽ 13 തൊട്ട് ഏപ്രിൽ 14 2025 ഏപ്രിൽ 15 വരയ്ക്കുള്ള ഫലം വിഷുഫലത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ വരാതിരിക്കുവാനുള്ള ഇതും ആരോഗ്യപരമായിട്ടുള്ള നേട്ടങ്ങളും അതുപോലെ കായിക സംബന്ധമായിട്ടുള്ള മേഖലകളിൽ തൃപ്തി അടയുകയും അതിൽ പുരസ്കാരങ്ങൾ നേടുവാനുള്ള അവസരങ്ങളും ഭവനയോഗങ്ങളും വാഹനയോഗങ്ങളും ആഡംബരപരമായിട്ടുള്ള വസ്തുക്കൾ വാങ്ങുവാനുള്ള സാധ്യതയും ആഡംബരപരമായിട്ടുള്ള ഭവനങ്ങൾ ഉണ്ടാക്കുവാനും അല്ലെങ്കിൽ അത് വയ്ക്കുവാനുള്ള സാധ്യതയും ആഡംബര വാഹനങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് അത് കൈവശം വന്ന് ചേരുവാനുള്ള സാധ്യതയും അതുപോലെ സ്വർണ്ണാഭരണങ്ങൾ ചേർത്ത് വയ്ക്കുവാനുള്ള ഒരാഗ്രഹം സഫലമാകാനുള്ള സാധ്യതയും സ്വർണ്ണാഭരണ മേഖലയിൽ പങ്കെടുക്കുന്നവർക്കും അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ അതിൽ വർക്ക് ചെയ്യുന്നവർക്കും ഗുണാനുഭവങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയും ഭൂമി സംബന്ധമായിട്ടുള്ള മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്കും കൺസ്ട്രക്ഷൻ സംബന്ധമായിട്ടുള്ള മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കും ഗുണാനുഭവങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയും പുതിയ കോൺടാക്റ്റുകളെല്ലാം അത് ഷെയർ വന്നു ചേരുവാനുള്ള സാധ്യതയും ഗവൺമെൻറ് തലത്തിലുള്ള കോൺടാക്റ്റുകൾ വന്നു ചേരുവാനുള്ള സാധ്യതയും അതിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാനുള്ള സാധ്യതയും ഭാഗ്യവശാൽ വന്നു ചേരുവാനുള്ള സാധ്യതയും ഇവർക്ക് കൂടുതലായി കാണുന്നുണ്ട്. ചിരകാലപരമായിട്ട് തന്നെ ഒരു ഭവന യോഗം മനസ്സിൽ കൊണ്ട് നടക്കുന്നവർക്ക് അത് സാഫല്യം അറിയാനുള്ള സാധ്യത കാണുന്നുണ്ട്. വിവാഹാദി മംഗളകർമ്മങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. പ്രണയിക്കുന്നവർ പ്രണയ സാഫല്യം കൈവരിച്ച് വിവാഹത്തിൽ കലാശിക്കുവാനുള്ള സാധ്യതയും സന്താനങ്ങൾക്കായി കാത്തിരിക്കുന്നവർക്ക് സന്താന ലബ്ധി വരുവാനുള്ള സാധ്യതയും അതുപോലെ ഗവൺമെൻറ് തലത്തിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കും ഗവൺമെൻറ് തലത്തിൽ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ലിസ്റ്റിൽ പേരുള്ളവർക്കും അത് കിട്ടുവാനുള്ള സാധ്യതയും ഇലക്ട്രോണിക് മേഖലകളിൽ പങ്കെടുക്കുന്നവർക്കും അതിൽ വർക്ക് ചെയ്യുന്നവർക്ക് വിജയസാധ്യതയും ബിസിനസ് പുരോഗതിയും ബിസിനസ് മേഖല ശൃംഖല വിപണി വലുതാക്കുവാനുള്ള സാധ്യതയും എല്ലാം കാണുന്നുണ്ട്. അതുപോലെ മോട്ടോർ സംബന്ധമായിട്ടുള്ള വർക്കുകൾ ചെയ്യുന്നവർക്കും മെഷീനറി സംബന്ധമായിട്ടുള്ള വർക്കുകൾ ചെയ്യുന്നവർക്കും എഞ്ചിനീയർമാർക്കും ഹൈടെക് എഞ്ചിനീയർമാർക്കും പുതിയ ശൃംഖല കണ്ടുപിടിക്കുവാനും പുതിയ മോട്ടോർ വിപണി കണ്ടുപിടിക്കുവാനും പുതിയ വാഹനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാനുള്ള സംരംഭങ്ങൾ തീർക്കാനുള്ള അവസരങ്ങളെല്ലാം വന്നു ചേരുവാനുള്ള സാധ്യത ഈ മേഖലയിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ് തലത്തിൽ വർക്ക് ചെയ്യുന്നവർക്ക് പ്രമോഷൻ വരുവാനുള്ള സാധ്യത അവർ അർഹിക്കുന്ന അർഹത കിട്ടുവാനുള്ള സാധ്യത ബുദ്ധിമുട്ടുകളിൽ ഇരിക്കുന്നവർക്കെല്ലാം ബുദ്ധിമുട്ടുകളിൽ നിന്ന് മോചനം നേടുവാനുള്ള സാധ്യതയും കടബാധ്യതയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം കടബാധ്യതയിൽ നിന്നും കുറച്ചൊരു റിലീഫ് കിട്ടുവാനുള്ള സാധ്യതയും ഗവൺമെൻറ് തല സംബന്ധമായിട്ടുള്ള പേപ്പർ വർക്കുകൾ എല്ലാം ശരിയായി കിട്ടുവാനുള്ള സാധ്യതയും അതുപോലെ തന്നെ സ്ഥല സംബന്ധമായിട്ടും ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള സാധ്യതയും അതുപോലെ കുടുംബ സ്വത്തുക്കൾ പങ്കുവെക്കുന്നതിൽ വിജയം കൈവരിക്കാനുള്ള സാധ്യതയും ചിരകാലപരമായി ഒരുപാട് കാലമായി ഈ പൂർവിക സ്വത്ത് തർക്ക വിഷയമായി കിടക്കുന്നത് അത് വന്ന് ഒത്തുചേരുവാനുള്ള സാധ്യതയും അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഐക്യത ഉണ്ടാകാനുള്ള സാധ്യതയും സന്താനങ്ങൾക്ക് ഐശ്വര്യ അഭിവൃദ്ധി വരുവാനുള്ള സാധ്യതയും അതുപോലെ ഭാഗ്യവശാൽ വന്ന് ധനം വന്ന് ചേരുവാനുള്ള സാധ്യതയും വിദേശവാസം വിദേശ ജോലി വിദേശ സന്ദർശനം അതുപോലെ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുക അതുപോലെ തന്നെ വിദേശത്തേക്ക് വിസിറ്റിംഗ് വിസ എടുത്ത് പോയി വർക്ക് അന്വേഷിച്ച് നിൽക്കുന്നവർക്ക് അതിൽ വിജയം കൈവരിക്കാനുള്ള സാധ്യതയും അവർ അർഹിക്കുന്ന ജോലി നേടുവാനുള്ള സാധ്യതയും അല്ലെങ്കിൽ താൽക്കാലികപരമായി ചെറിയ ജോലി ചെയ്യുകയും പിന്നീട് അവിടുന്ന് അതിൽ വേറൊരു ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യതയും എല്ലാം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ചെയ്യുന്ന ജോലിയിൽ അതൃപ്തരാണെങ്കിൽ വേറെ ജോലിക്കായി ശ്രമിക്കുകയാണെങ്കിൽ അതിൽ വിജയം കൈവരിക്കുവാനുള്ള സാധ്യതയും കൂടുതലായിട്ട് വരുവാനുള്ള സാധ്യത ഈ പൂയ നക്ഷത്രക്കാർക്ക് ഈ വിഷുഫലത്തിൽ കാണുന്നുണ്ട്. വിഷുഫലത്തിൽ പൊതുവെ പൂയ നക്ഷത്രക്കാർക്ക് വളരെ ഗുണാനുഭവങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയാണ് തീർച്ചയായിട്ടും കാണുന്നത്. ദൈവാനുഗ്രഹം വളരെ കൂടുതലായിട്ട് ഇവർക്ക് വന്നു ചേരുവാനുള്ള സാധ്യത പൂർണ്ണമായിട്ടും കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഭാഗ്യവശാൽ
ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയും ഭവന നിർമ്മാണം പൂർത്തീകരിച്ച് ഗൃഹപ്രവേശം നടത്തുവാനുള്ള സാധ്യതയും അതുപോലെ സന്താനങ്ങൾക്കായി കാത്തിരിക്കുന്നവർക്ക് സന്താന ലബ്ധി ഉണ്ടാവാനുള്ള സാധ്യതയും അതുപോലെ കാര്യസാധ്യത, ഉദ്ദിഷ്ട കാര്യസാധ്യത, ശത്രു സംബന്ധമായിട്ടുള്ള ദോഷങ്ങളുള്ളവർക്ക് അതെല്ലാം പരിഹരിക്കുവാനും അതിൽ നിന്ന് മോചനം നേടുവാനും അതിൽ നിന്നും പുറത്തു കിടക്കുവാനും അതിൽ ഇതുവരെ ജയിലിൽ പെട്ടുകിടക്കുന്നതുമായുള്ള അവസ്ഥയിൽ കടന്ന് ഇരിക്കുന്നവർക്ക് അതിനുള്ള പരിഹാര മാർഗങ്ങൾ ചെയ്ത് അതിൽ നിന്ന് മോചനം നേടുവാനുള്ള അവസരങ്ങൾ വന്ന് സൃഷ്ടിക്കുവാനും അതുപോലെ തന്നെ ഒരുപാട് കാലമായി ഗൃഹ അന്തരീക്ഷം വളരെ മോശമായി കിടക്കുന്ന സ്ഥലത്ത് ഇരിക്കുന്നവർക്ക് അതിൽ നിന്ന് മോചനം നേടുവാനുള്ള അവസരങ്ങളും പഴയ ഒരു വീട്ടിൽ നിന്ന് പുതിയ വീട്ടിലേക്ക് മാറുവാനുള്ള അവസരങ്ങളും കൂട്ടുകുടുംബത്തിൽ നിന്ന് മാറി തനിയെ പോയി ഭവനം വെച്ചിരിക്കുവാനുള്ള സാധ്യതയും അല്ലെങ്കിൽ പുതിയ വേറെ സ്ഥലത്ത് പോയി താമസിക്കുവാനുള്ള സാധ്യതയും എല്ലാം കാണുന്നുണ്ട്. ബന്ധുജനങ്ങളുമായി സൗഹൃദം പങ്കുവയ്ക്കുവാനും സഹോദരങ്ങളായി കൂട്ടായ്മ ചേർന്ന് നിൽക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അലോപ്പതി സംബന്ധമായിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്ക്, മെഡിക്കൽ സംബന്ധമായിട്ടുള്ള മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക്, ഫാർമസ്യൂട്ടിക്കൽ സംബന്ധമായിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്ക്, ആയുർവേദ സംബന്ധമായിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്കെല്ലാം ഗുണാനുഭവങ്ങളും നേട്ടങ്ങളും കൈവരിക്കുവാനുള്ള സാധ്യത പൊതുവെ കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ വക്കീലന്മാർക്ക് കേസ് വർക്കുകൾ ഇല്ലാതിരിക്കുന്നവർക്കെല്ലാം പുതിയ കേസുകൾ വന്ന് ചേരുവാനും അതിൽ വിജയം കൈവരിക്കുവാനും അതിലൂടെ യാത്ര തുടരുവാനുള്ള സാധ്യതയും എല്ലാം കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. കലാകായിക മേഖലയിൽ പങ്കെടുക്കുന്നവർക്ക് അതിൽ ഉദ്ദിഷ്ട കാര്യം നേടുവാനും ആ ടീമിൽ വന്ന് ചേരുവാനുള്ള സാധ്യതയും എല്ലാം കാണുന്നുണ്ട്. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതുമുഖങ്ങൾക്കെല്ലാം ചാൻസുകൾ വന്ന് ചേരുവാനുള്ള സാധ്യതയും പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള സാധ്യതയും ഇപ്പോൾ വിപണി തകർന്നുകൊണ്ട് നിൽക്കുന്ന പോയ നക്ഷത്രക്കാർക്ക് പുതിയ ഉണർവ് വന്നു ചേരുവാനുള്ള സാധ്യതയും അതുപോലെ തന്നെ ഗവേഷണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഗവേഷണ മേഖല വിജയ സാധ്യത വന്നു ചേരുവാനുള്ള സാധ്യതയും എല്ലാം ഈ പൂയ നക്ഷത്രക്കാർക്ക് പൊതുവെ കണ്ടുവരുന്നുണ്ട് ഈ വൃഷഫലത്തിൽ എന്നാണ് പറയുന്നത്. പൂയ നക്ഷത്രക്കാർക്ക് പൊതുവെ പറയുകയാണെങ്കിൽ വളരെ ഗുണായപരമായിട്ടുള്ള ഒരനുഭവമാണ് ഈ വൃഷഫലത്തിൽ വന്നിരിക്കുന്നത്. അത് കാരണം കൊണ്ട് തന്നെ ഈ വർഷം ഇവരുടെ വൃഷഫലം വളരെ ഗുണകരമായിട്ടും മാറി വരും എന്നുള്ളതാണ് പറയുന്നത്. നമസ്കാരം.